കോഴിക്കോട് മണ്ഡലത്തിലും പ്രചാരണം അതിൻ്റെ സമീപകാലത്തെ ഏറ്റവും വലിയ ചൂടുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി MT രമേശ് നമുക്കൊപ്പം ഉണ്ട്. പ്രചാരണം എങ്ങനെ പോകുന്നുണ്ട്? നല്ല രീതിയിൽ പോകുന്നു. പ്രചരണത്തിൻ്റെ ഒരു ഘട്ടമേ ഇപ്പോഴായിട്ടുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കീ വോട്ടേഴ്സായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരെയും നേരിട്ട് കാണാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള യോഗങ്ങൾ ഏറ്റവും താഴെ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം യോഗങ്ങൾ, പ്രമുഖ വ്യക്തികളെ കാണൽ, ഇങ്ങനെയുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പാർട്ടിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? ആളുകളിൽ നിന്ന് കിട്ടുന്നൊരു വികാരം അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും കോഴിക്കോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിലായി ഞങ്ങൾ ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ പ്രാവശ്യം പ്രത്യേകിച്ചും കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു പ്രോ മോഡി വേവ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ദൃശ്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. മോദി പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ 2 അക്കം തികയ്ക്കുമെന്ന് പറഞ്ഞതിൽ ഒന്ന് കോഴിക്കോടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും കോഴിക്കോട് ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. കാരണം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് മോഡിക്കൊരു വോട്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്കാണ് ഇപ്രാവശ്യത്തെ വോട്ട്. നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസനം, നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിന് നരേന്ദ്രമോദി ഗവൺമെൻറ് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഇനിയും പൂർത്തീകരിക്കേണ്ട നിരവധി പദ്ധതികൾ, അതെല്ലാം മോഡിയുടെ ഗ്യാരണ്ടിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കാൻ വേണ്ടി മോഡിക്ക് വോട്ട് ചെയ്യണം. സത്യത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് എനിക്ക് വോട്ട് ചെയ്യുന്നതിനപ്പുറത്ത് നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. അത് ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ഈ തവണ കൂടുതൽ പിടിക്കാൻ പോകുന്ന വോട്ട് ആരെയാണ് തലവേദനയിലേക്ക് ആക്കുക? അതായത് LDFന്റെ വോട്ടായിരിക്കുമോ അതോ UDFന്റെ വോട്ടായിരിക്കുമോ ഈ തവണ കൂടുതലും പിടിക്കാൻ പോകുന്നത്? ഞങ്ങൾ 2 കൂട്ടരുടെയും വോട്ട് പിടിക്കും. കാരണം പല ഘടകങ്ങൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. ഒന്ന്, LDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയ സമയത്ത് പച്ചയായിട്ടുള്ള വർഗീയതയാണ് LDF സ്വീകരിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിലുമെല്ലാം അത് നിഴലിച്ച് കാണുന്നുണ്ട്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സംഘടിത മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടി അത് ലാക്കാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും ഒക്കെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അസ്വസ്ഥരായിട്ടുള്ള ധാരാളം ആളുകൾ, CPMനകത്തു തന്നെ ധാരാളം ആളുകളുണ്ട്. മറ്റൊന്ന്, UDFനെ സംബന്ധിച്ചിടത്തോളം 15 വർഷമായി ഒരാൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. രണ്ടാമതൊരാൾക്ക് അവസരം നിഷേധിക്കുകയാണ്. ഒരുപാട് സ്ഥാനാർത്ഥികളാവാൻ താല്പര്യമുള്ള ധാരാളം ആളുകൾ ഈ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രതീക്ഷകളെ ചിറകരിഞ്ഞുകൊണ്ടാണ് വീണ്ടും ഒരു 4ാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാൾ വരുന്നത്. അത് കോൺഗ്രസിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ പേരിൽ വലിയ അസ്വസ്ഥതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഒരു ഭാഗത്ത് പാർട്ടി നേതൃത്വം മോഡി വിരോധം പറയുമ്പോഴും പാർട്ടിക്കകത്തുള്ള ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് 2 മുന്നണികളുടെയും വോട്ടുകൾ ഈ പ്രാവശ്യം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പത്മജയെ പോലുള്ള കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നടക്കം വരുന്നത് വലിയ ഗുണമായി കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം BJP ആണ് കേരളത്തിൽ ഇനി ആളുകൾക്ക് പ്രതീക്ഷയുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകളെല്ലാം. പണ്ടൊക്കെ സാധാരണ കേരളത്തിൽ CPMനകത്തെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അസ്വസ്ഥതയോ അവർക്ക് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അവർ നേരെ കോൺഗ്രസിൽ പോകും. ഇനി കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെല്ലാവരും ചേക്കേറുക CPMലാണ്. കാരണം ഈ 2 പാർട്ടികൾക്കും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾക്കുമേ കേരളത്തിൽ സ്കോപ്പുള്ളൂ എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ പഴയ വിശ്വാസമാണ് ഇല്ലാതാകുന്നത്. കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും അസ്വസ്ഥരാകുന്ന നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നു എന്നതിൻ്റെ അർത്ഥം കേരളത്തിലൊരു ഭാവിയുള്ളൊരു പാർട്ടി, ഇനിയുള്ള ഒരു സ്കോപ്പുള്ളൊരു പാർട്ടി അത് BJP ആണ് എന്നുള്ളതാണ്. അത് ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും വരുന്നതോടുകൂടി കൂടുതലത് വ്യക്തമാവും. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു വലിയ സർവനാശത്തിലേക്ക് അടുക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്ന വളരെ അപൂർവം തുരുത്തുകളിൽ ഒരു തുരുത്ത് കേരളമാണ്. ആ കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിനോട് വിട പറയൂ എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കുന്ന സംഭവമാണ്.